ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലോർ ക്ലീനിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ ടൈലിലേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ അഴുക്ക് കഴിയുമ്പോഴത്തേക്കും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ ആസിഡ് വാഷ് അല്ലെങ്കിൽ ക്ലോറിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. തുടർച്ചയായി നമ്മുടെ ആസിഡ് വാഷ് അതുപോലെ ക്ലോറിനൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ടൈലിനൊക്കെ ചിലപ്പോൾ ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മളതിൻ്റെ ഡൈല്യൂഷൻ, അത് വെള്ളത്തിൻ്റെ അളവിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൂടാണ്ട് ടൈലിൻ്റെ കളർഫുള്ളായിട്ടുള്ള ടൈലുകൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ സിങ്ക്, ടാപ്പ് മുതലായവ സ്റ്റീലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇത് വീഴുമ്പോഴൊക്കെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും പിന്നെ വ്യൂവേഴ്സ് കുറച്ച് കമൻറ്റൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും പ്രൈസ് അതുപോലെ ഇത് എവിടെ കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇത് ലേക്ക് റോൾ എന്ന കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് വെള്ളം ഡൈല്യൂഷൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ക്യാപ്പ് മാറ്റിയതിന് ശേഷം ഇന്നർ ക്യാപ്പിൽ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ക്ലോസറ്റിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലോസറ്റിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് തൊട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ അഴുക്ക് മൊത്തം പോകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്ലഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരു 5 മിനിറ്റ് വരെ മാക്സിമം മതിയാവും. അപ്പോൾ അഴുക്കിനനുസരിച്ച് കൂടുതൽ പഴക്കമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതല്ല സാധാരണ രീതിയിൽ കുറച്ച് അഴുക്കൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ഒരു 5 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ അത് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്ലീൻ ആവുന്നതാണ്. ഫ്ലോറിൻ്റെ ടൈലിലും ഇതേപോലെ തന്നെ 2 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് ഒഴിച്ചിട്ടാൽ മതിയാവും. ഇതിൻ്റെ അത് വേറെ വെള്ളമൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ അളവ് വരുന്നത് 1/2 ലിറ്ററാണ്. അതിന് വില വരുന്നത് 50 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതും അതുപോലെ HCLാണ്, അത് വേറൊരു കമ്പനിയുടെയാണ്. ഇത് നമുക്ക് ഡൈല്യൂഷൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 ലിറ്ററിൻ്റെ ക്യാനാണ്. നമുക്കിതൊരു മാക്സിമം 10 ലിറ്റർ വെള്ളം വരെ നമുക്ക് ഡൈല്യൂഷൻ ചെയ്യാം. 5 ലിറ്റർ തൊട്ട് 10 ലിറ്റർ വരെ. 5 ലിറ്ററിലൊക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നല്ല കടുപ്പമായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല കൂടുതൽ പഴകിയ അഴുക്കുണ്ടെങ്കിലും പൊയ്ക്കോളും. അപ്പോൾ നമ്മൾ കൂടുതൽ അത് പോകാണ്ട് പഴകി കിടക്കുന്ന ചില അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ, കരിമ്പം പോലത്തെ കിടക്കുന്നതും പിന്നെ ഇങ്ങനെ കുറേ നാൾ ഉപയോഗിക്കാണ്ടൊക്കെ കിടക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമുക്ക് അഴുക്ക് പിടിക്കും. അതൊക്കെ നമ്മൾ സാധാരണ ലോഷൻ ഉപയോഗിച്ചാൽ പോകത്തില്ല. അപ്പോൾ നമ്മളല്ല കുറച്ച് പവർ കൂട്ടി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കുറച്ച് പവർ കൂട്ടി ഇതുപോലെ 5 ലിറ്ററിലൊക്കെ ഡൈല്യൂഷൻ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 ലിറ്ററിലൊക്കെ കൂട്ടിയാൽ മതി. സാധാരണ ഒരു കുറച്ചൊക്കെ അഴുക്കുള്ളെന്നുണ്ടെങ്കിൽ ഒരു 10 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതിന് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വെള്ളത്തിലേക്കൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു പുകയുണ്ടാവും, അതുപോലെ ഒരു കുത്തൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഡൈല്യൂഷൻ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കുത്തൽ കുറഞ്ഞ് കിട്ടും. പിന്നെ ഇതുപോലുള്ള കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നമ്മൾ ഗ്ലൗസും അതുപോലെ മാസ്കും വെക്കാൻ മറക്കരുത്. അതുപോലെ മാക്സിമം കവർ ചെയ്ത് മേത്തൊക്കെ ആവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആസിഡ് വാഷ് ചെയ്യുമ്പോൾ അത് കുപ്പിയിലാക്കിയിട്ട് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യും. അത് ഈ 30 രൂപയുടെ സ്പ്രേ ഗണ്ണൊക്കെ മേടിക്കാൻ കിട്ടും. അത് കുപ്പിയിലാക്കി നമുക്ക് എല്ലാത്തിലും ഇപ്പോൾ കുറച്ചൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ സാധാരണ കുപ്പിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പിന്നെ അത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ തെറിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കപ്പിന് കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര നമ്മൾ സൂക്ഷിച്ച് ഒഴിച്ചാൽ മതി. ഒരുപാട് ഇങ്ങനെ തെറിക്കാത്ത രീതിയിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടൈലിൽ ഒഴിച്ചതിന് ശേഷം ഡോർ ലോക്ക് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറയൊക്കെ ഇളകിക്കോളും. ഇതിൻ്റെ ഒരു കുത്തൽ സ്മെല്ലും ഉണ്ടാവും, ഒരു പുകയുണ്ട്. അപ്പോൾ അത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ ആസിഡ് നമ്മുടെ ശരീരത്തായി കഴിഞ്ഞാൽ ചെറിയൊരു ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മാക്സിമം ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴുകി കളഞ്ഞാൽ മതി. വൈറ്റ് ഷെയ്ഡുള്ള ടൈലല്ല, വേറെ കളർഫുള്ളായിട്ടുള്ള ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വീണ് കഴിഞ്ഞാൽ പവർ കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ആ കളറിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കളർ ഇളകി പോകാനും ടൈലിന് ഡാമേജ് വരാനും സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ മാക്സിമം വെള്ളം ചേർത്ത് ഡൈല്യൂഷൻ കൂട്ടിയെടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും ഇപ്പോൾ ചിലവരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ വർക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റാർട്ടിങ് പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അറിവുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് അറിഞ്ഞ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ആസിഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റീൽ ടാപ്പുകളിലൊന്നും ഇത് വീഴാൻ പാടില്ല. അവിടെ തുരുമ്പെടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കളറ് മാറും. അതുപോലെ തന്നെ കിച്ചണിലെ സിങ്കിലൊക്കെ ആണെങ്കിലും ഇതുകൊണ്ട് ക്ലീൻ ആക്കാനായിട്ട് ആസിഡ് ഉപയോഗിക്കരുത്. അതിൻ്റെ കളർ മൊത്തം അത് കറുത്തു പോകും. പിന്നീട് നമ്മൾ പോളിഷ് ചെയ്തെടുക്കേണ്ട ഒരു ഭയങ്കര പൈസ ചിലവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടോയ്ലറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ നല്ലപോലെ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ആക്കിയിരിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കുകയാണെങ്കിൽ സാധാരണ ഫ്ലോർ ലോഷൻ ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ വല്ല ഫിനോയിൽ നമുക്ക് ഫ്രഷ്നെസ്സിന് വേണ്ടി ഫിനോയിൽ ഉപയോഗിക്കാം. സാധാരണ വരുന്ന ലോഷൻ പോരാ, കുറച്ചും കൂടെ പവർ കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആസിഡ് ബേസ്ഡ് ക്ലീനിങ് ലോഷൻസ് വരുന്നുണ്ട്, ആസിഡ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലീൻ ആവാൻ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്ലീനാക്കി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ ആസിഡ് വാഷും ചെയ്യുന്നത് നല്ലതാണ്. ഒരു 6 മാസം കൂടുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അണുക്കൾ പോകാനും അതുപോലെ ക്ലീൻ ആകാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ കുറേ നാളായിട്ടൊക്കെ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആസിഡ് വാഷോ അതുപോലെ ബ്ലീച്ചൊക്കെ ഇതേ മെത്തേഡിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ.
അതുപോലെ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ നമ്മൾ കുറേ നാൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ടൈലിലൊരു തുരുമ്പ് കറ പോലത്തെ ഒരു കറ പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കളയാൻ പറ്റും ഈ ആസിഡ് ഉപയോഗിച്ചിട്ട്. നമ്മൾ കൂടുതൽ പ്രാവശ്യം അടുപ്പിച്ച് ആസിഡ് ഉപയോഗിച്ചാൽ ടൈലിൻ്റെ ഇടയ്ക്കുള്ള ജോയിൻറ്റ് ഫിൽറ്ററൊക്കെ ചിലപ്പോൾ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളം നമ്മൾ കറക്റ്റ് അളവിൽ വീര്യം കുറച്ച് ഉപയോഗിച്ചാൽ ആ പ്രോബ്ലം ഉണ്ടാകത്തില്ല. പോകാൻ ബുദ്ധിമുട്ടുള്ള കറകളൊക്കെ കളയാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ കൂടുതൽ സമയം ഒഴിച്ചിടേണ്ടതായിട്ട് വരും. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒഴിച്ചിട്ടും പോയില്ലെങ്കിൽ അത് കൂടുതൽ സമയം ഒരു അരമണിക്കൂറൊക്കെ ഒഴിച്ചിടുക. ഈ ആസിഡ് കിട്ടാനായിട്ട് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പുകളിൽ കിട്ടും, അതുപോലെ ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളിലുണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ പേര് HCl എന്നാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. കടയിൽ ചെന്നിട്ട് ടൈല് ക്ലീൻ ചെയ്യുന്ന ആസിഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എടുത്തു തരുന്നതാണ്. നമ്മൾ വേറെയുള്ള ആസിഡ് പോലെ അത്ര പവർഫുൾ അല്ല. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട അപകടകരമായിട്ടൊരു ആസിഡ് അല്ല ഇത്. സാധാരണഗതിയിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക്, അതുപോലെ ആസ്മ പോലുള്ള രോഗമോ കാര്യങ്ങളൊക്കെ ഉള്ളവർ ഈ ഒരു ഐറ്റം ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഈ ടൈൽ ക്ലീനർ എന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ആസിഡ് ബേസ്ഡ് ക്ലീനറാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയൊക്കെ നമ്മൾ അഴുക്ക് കൂടുതൽ ഉള്ളിടത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് അഴുക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ഈ ആസിഡ് വാഷൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആസിഡ് വാഷും അതുപോലെ ക്ലോറിനൊക്കെ നമുക്ക് ഫ്ലോർ ക്ലീനറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളതിന് മുമ്പ് അതിനെപ്പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കടയിൽ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ലേക്ക് റോളിൻ്റെ ബ്രാൻഡാണ് ചെയ്യുന്നത്. അവരുടെ തന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ടിപ്പ് വാഷ് എന്നുള്ള പേരിലുള്ള ഈ ഒരു ഐറ്റം അത് പല ഫ്ലേവറിൽ വരുന്നുണ്ട്. അതിന് 1 ലിറ്ററിന് റേറ്റ് വരുന്നത് 110 രൂപയാണ്. അപ്പോൾ നല്ല ഒരു 3 ലിറ്റർ വെള്ളത്തിൽ 100 മില്ലി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ക്ലീനും ആകും, നല്ല സ്മെല്ലും കിട്ടും. ഫ്ലോറിലും ബാത്റൂമിലും എല്ലാത്തിലും യൂസ് ചെയ്യുകയും ചെയ്യാം. അത് മെയിനായിട്ട് ജാസ്മിൻ ഉണ്ട്, റോസ് ഉണ്ട്, ലൈമിൻ്റെ വരുന്നുണ്ട്, പിന്നെ സ്ട്രോബെറിയുടെ വരുന്നുണ്ട്. ആസിഡ് ബേസ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് പെർഫ്യൂം ഉണ്ടാവില്ല, അഴുക്ക് പോകാൻ നല്ലതാണ്. 1 ലിറ്റർ പാക്കിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് ഫ്ലോറക്സ് എന്ന് പറഞ്ഞൊരു ഫ്ലോർ ക്ലീനറാണ്. ഇതും ഇതുപോലെ 2 ഫ്ലേവറിലാണുള്ളത്. പുൽത്തൈലമുണ്ട്, റോസുണ്ട്. അപ്പോൾ അത് 1/2 ലിറ്റർ പാക്കിന് വരുന്നത് 98 രൂപയാണ്. അതിൻ്റെ ഡൈല്യൂഷൻ കൂടുതലാണ്. 5 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 മില്ലി അല്ലെങ്കിൽ 30 മില്ലി മാക്സിമം അത്ര ഒഴിച്ചാൽ മതിയാവും. ഇത് നമുക്ക് ബാത്റൂം, കിച്ചണ്, ഡൈനിങ് ടേബിള്, ടൈല്, ഫ്ലോറ്, ഗ്ലാസ്, അതുപോലെ പ്ലാസ്റ്റിക്, ഡിഷ്, വാള് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് റോസിൻ്റെ ഫ്ലേവറിലാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പാക്കറ്റും വരുന്നുണ്ട്, 250 മില്ലിയുടെ വരുന്നുണ്ട്. അതിൻ്റെ ഷോപ്പ് വരുന്നത് എറണാകുളം പാലാരിവട്ടത്തിനടുത്ത് തമ്മനം റോഡിൽ പള്ളിനട എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പോൾ അവിടെ ഏഷ്യാനെറ്റ് കേബിളിനടുത്തായിട്ട് ക്രിസൻ്റ ലൂപ്പ് ഷോപ്പ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലോർ ക്ലീനർ കൂടാണ്ട് സ്റ്റാർച്ച്, ഹാൻഡ് വാഷ്, ഡിഷ് വാഷ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. പിന്നെ അത് മിക്സ് ചെയ്തെടുക്കാവുന്ന കിറ്റായിട്ടുള്ളതുണ്ട്. ഡിഷ് വാഷിൻ്റെ കിറ്റായിട്ടുണ്ട്, അതുപോലെ സോപ്പ് ബേസ് ഉണ്ട്. അപ്പോൾ ഷോപ്പിൽ ഫ്രീ ടൈമിലാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട്, സൗണ്ടിലൊക്കെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. എല്ലാവരും സഹകരിക്കണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പറും കൊടുക്കുന്നുണ്ട്, അതുപോലെ കമൻറ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയിക്കാം. വീടുകളിലേക്കും ഓഫീസുകളിലേക്കും വേണ്ട എല്ലാതരം ക്ലീനിങ് ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട്. ഹോൾസെയിൽ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.